ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മലപ്പുറത്തുകാർക്ക് പ്രാന്താണ്, അതിൽ യാതൊരു സംശയം വേണ്ട. അത് മറ്റുള്ളവർ ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇത്രത്തോളം ഫുട്ബോളിനെ സ്നേഹിച്ച ഒരു ജില്ല വേറെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബാഹക്ക ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ പിന്നെ നാട്ടിൽ എൻ്റെ നാട്ടുകാരനെ കൂടിയാണ്, തൊട്ടടുത്തല്ലെങ്കിലും കുറച്ച് അപ്പുറത്തായിട്ടുള്ള ഒരാളാണ്. നേരിട്ട് കണ്ടിട്ടുണ്ട്, നേരിട്ട് പരിചയമില്ല. എന്നാൽ പോലും ആ ഒരു വ്യക്തി ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് വിളിച്ചിട്ട് അയാൾ 3 സെന്റ് സ്ഥലത്ത് വീട് വെക്കാനുള്ള ഒരു സഹായ അഭ്യർത്ഥന ചെറുതായിട്ട് കാണികളോട് പിന്നെ അഭ്യർത്ഥിക്കുന്ന ഒരു ചെറിയൊരു രംഗം, അഭിമാനകരമായ രംഗം ഒന്ന് കണ്ടുനോക്കിട്ടോ. ഇതിന്റെ ബാക്കി എന്താ എന്നുള്ള അറിയില്ല, ഈ വീഡിയോ കയ്യിൽ കിട്ടിയെന്നുള്ളൂ. ബാക്കി അതിന്റെ അവസ്ഥ എന്താണെന്നുള്ള അറിയില്ല. പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയാൽ എവിടെ കുമാരൻ? എവിടെ കുമാരവിടെ? കുമാരാ, ഒരു കാര്യം എല്ലാവരെയും ഉണർത്താനാണ്. നമ്മളെ കുമാരന് 3 സെന്റ് സ്ഥലമുണ്ട്. അതിൽ നമുക്കൊരു വീട് എടുത്തു കൊടുക്കണം. നമുക്ക് അതാണ് ഇന്നത്തെ ആവശ്യം. കാരണം നമുക്ക് കുറെ വളണ്ടിയർമാരില്ല. കുമാരന് വേണ്ടിക്കുന്ന എല്ലാവരും വളണ്ടിയർമാരാകണം. എല്ലാവരെ കൊണ്ടും കഴിയുന്ന ഒരു സംഖ്യ നമ്മളെ കുമാരന് കൊടുക്കണം. സൂപ്പർ സ്റ്റുഡിയോന്റെ ഫാനാണ്. പിന്നെ എന്റെ ഉമ്മാന്റെ അയൽവാസി കൂടിയാണ്. ഇവന്റെ അച്ഛനും എന്റെ ഉമ്മയും അയൽവാസികളാണ്. ഞങ്ങൾ അത്രയും അടുത്ത ഒരു എന്താ പറയാ ബന്ധുക്കളെ പോലെ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും അവന്റെ വീടിന് എല്ലാവരെ കൊണ്ട് കുമാരൻ, നമ്മളെല്ലാവരും ഒരു കുമാരനാണ്. അതേപോലെ കുമാരൻ പറഞ്ഞു നമ്മൾ അൻസാരിക്കുന്ന കിട്ടുന്ന പൈസ അൻസാരി കൊടുത്തു. അങ്ങനെ ഓരോരുത്തരും കൊടുക്കുന്നുണ്ട്. അതെല്ലാവരും കുമാരിക്ക് കൊടുക്കണം എന്ന് പറയുന്നു. ഒരുപാട് സന്തോഷം. നമ്മുടെ കുമാരനെ പോലുള്ള ആളുകളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ആവേശം ഇങ്ങനെ ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പകരക്കാരായിട്ട് ആളുകളൊക്കെ വരാം, അല്ലെങ്കിൽ നമുക്ക് പലർക്കും പകരക്കാരായിട്ട് ആളുകൾ. പക്ഷേ കുമാരന് പകരം വെക്കാൻ ആരുമില്ല എന്നുള്ളതാണ് നമ്മുടെ ആവേശം. അതുകൊണ്ട് എല്ലാവരും നിറഞ്ഞ് അദ്ദേഹത്തിന് കൂടുതൽ